പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയാണ്. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ പ്രചരിക്കപ്പെടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. പുള്ളി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. അതിഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. പോലീസിലെ വർഗീയവൽക്കരണം അത് തന്നെയാണ് ഏറ്റവും ആപൽക്കരമായ സാഹചര്യം എന്നുള്ളത് പ്രമുഖരായ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ സഖാക്കൾ അഥവാ നേതാക്കൾ, MLA-മാർ കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും അൻവറിന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ പാർട്ടി ആലോചിക്കാം. പക്ഷേ UDF-ആയിട്ടും കൂടെ ആലോചിക്കണം. മുൻമന്ത്രിയും MLA-യുമായ സഖാവ് AV അബ്ദുറഹ്മാൻ, സഖാവ് KT ജലീൽ MLA, സഖാവ് കാരാട്ട് റസാഖ്, സഖാവ് PV അൻവർ, ഇങ്ങനെയുള്ള ഈ ത്രയം ഉന്നയിച്ചു തുടങ്ങിയിട്ടുള്ള ഇന്ന് അൻവറിലൂടെ നിലനിർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആവശ്യമാണ്, രാഷ്ട്രീയ ചർച്ചയാണ് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും ഗുരുതരം പോലീസിലെ വർഗീയവൽക്കരണം ഉൾപ്പെടെ അധോലോക സംഘങ്ങൾക്ക് കീഴ്പ്പെട്ട് ഒരു അധോലോക സംഘമായി പോലീസ് പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ സഖാവ് PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ണൂരിലെ സഖാക്കൾ ഉന്നയിച്ച വിഷയം നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് അൻവറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ മാറുന്നുണ്ട്. വയസ്സ് 25-ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ MLA-യോട് കടപ്പെട്ടിരിക്കും. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ളയാൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGP-ക്കും ഉണ്ട്. അവരന്വേഷിക്കണം. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? പോലീസിൽ വർഗീയവൽക്കരണം എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല.